ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പാൽപാത്രം കൊണ്ടുവെക്കാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരു കരച്ചിൽ കേൾക്കുന്നു. അപ്പളേ മനസ്സിലായി പോർച്ചിൽ ആരോ പുതുതായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. വണ്ടിയുടെ അകം മുഴുവൻ ഞാൻ നോക്കി, അകത്തൊന്നും കാണാനില്ലായിരുന്നു. അന്നേരം വെളുപ്പിനൊക്കെ ഇവിടെ നല്ല ഇരുട്ടാണ്. 6 മണി 6:15 വരെയൊക്കെ ഇരുട്ട് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോഴാണ് ആളകത്തല്ല, വണ്ടിയുടെ താഴെയാണെന്ന് മനസ്സിലായത്. ഇങ്ങനെ ഇരിക്കുന്ന ആളെ വെച്ചുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. രാത്രിയിൽ ആരോ കൊണ്ട് ഇറക്കി വിട്ടതാവാനേ നല്ല സാധ്യതയുള്ളൂ. ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ട് ആൾ. കുറേ നേരം ഒരു 3/4 മണിക്കൂറോളം ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കരച്ചിൽ തന്നെയായിരുന്നു. നമുക്ക് റിസ്ക് എടുത്ത് വണ്ടി എടുക്കാൻ പറ്റത്തില്ല. വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഇറങ്ങി ഓടുകയോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആഹാരമൊക്കെ കൊണ്ട് വെച്ച് നോക്കി. നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് കണ്ടാൽ പിന്നെ പേടിക്കണ്ടല്ലോ. അല്ലാതെ കയറി പെട്ടെന്ന് പിടിക്കാൻ ചെന്നാൽ നമുക്കിട്ട് വല്ല കളിയോ മാന്തോ കിട്ടിയാലോ. പുള്ളി കംഫർട്ടായിട്ടൊക്കെ ഇരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇറങ്ങാതെ നമുക്കൊരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ നേരത്തെ ശ്രമത്തിനൊടുവിൽ പുള്ളിക്കാരി എന്തൊക്കെയായാലും താഴെ ഇറങ്ങി വന്നു. താഴെ ഇറങ്ങി വരികയും ചെയ്തു. നമ്മൾ കൊടുത്ത ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ രീതി കണ്ടിട്ട് ആരോ വീട്ടിൽ വളർത്തിയ ലക്ഷണം. കാരണം നല്ലതായിട്ട് മനുഷ്യരോട് പെട്ടെന്ന് അടുക്കുന്നുണ്ട്. എന്തൊക്കെയാലും കൊണ്ട് കളഞ്ഞൊരു പാലുകൂടി മാറിയിട്ട് എന്തൊക്കെയാലും കൊണ്ട് കളഞ്ഞ ഭക്ഷണവും കഴിക്കാറായതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. ഭക്ഷണം കൊടുത്തു നോക്കി, കഴിക്കുന്നുണ്ട്. വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല. പിന്നെ പശുവിൻ്റെ പാല് വെള്ളം കൂടെ ചേർത്ത് കാച്ചി കൊടുത്തു, അത് കുറച്ച് കൊടുത്തു. പിന്നെ ഭയങ്കര കരച്ചിലാണ്, നോൺ സ്റ്റോപ്പ് കരച്ചിലാണ്. എന്തൊക്കെയാലും ആളെ എടുത്തു, വീടിൻ്റെ മണ്ടേ കൊണ്ട് കംഫർട്ടായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൈം പാലൊക്കെ കൊടുക്കാം. അത്രയേ ഉള്ളൂ.